ക്യാപ്കട്ടിൽ നിർമ്മിക്കാൻ വീഡിയോ ക്ലിപ്പും മ്യൂസിക്കും ഇതുപോലെ ചേർക്കുക. വീഡിയോ ക്ലിപ്പിന്റെ അവസാനം സൂം ടാപ്പ് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്ത് ശരിയായി അഡ്ജസ്റ്റ് ചെയ്ത് സേവ് ചെയ്യുക. ചാറ്റ് ജിപിടി തുറന്ന് സ്ക്രീൻഷോട്ട് ഫോട്ടോ ചേർക്കുക. ഈ പ്രോംപ്റ്റ് പേസ്റ്റ് ചെയ്ത് അയക്കുക. ഇത്തരത്തിൽ എന്തെങ്കിലും ഫോട്ടോ ജനറേറ്റ് ചെയ്യും. സേവ് ചെയ്യുക. തുടർന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. ഫ്ലോ AI എഴുതി ഗൂഗിളിൽ ടാപ്പ് ചെയ്യുക. തുടർന്ന് പുതിയ പ്രൊജക്ട് വെബ്സൈറ്റിൽ ടാപ്പ് ചെയ്യുക. സ്ക്രീൻഷോട്ട് ഫോട്ടോ ചേർക്കുക. തുടർന്ന് ചാറ്റ് ജിപിടിയിൽ നിന്ന് ഫോട്ടോ ജനറേറ്റ് ചെയ്യാൻ അവസാനം ടാപ്പ് ചെയ്യുക. ഇത് ചേർക്കുക. തുടർന്ന് ഈ പ്രോംപ്റ്റ് പേസ്റ്റ് ചെയ്ത് അയക്കുക. കുറച്ച് സമയം കാത്തിരുന്ന ശേഷം വീഡിയോ ഇതുപോലെ ജനറേറ്റ് ചെയ്യും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഈ ട്രെൻഡിംഗ് എഡിറ്റ് പരീക്ഷിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഇത് ചെയ്തില്ലെങ്കിൽ വീഡിയോ ക്ലിപ്പ് ക്യാപ്കട്ടിൽ ചേർക്കുക. തുടർന്ന് ഫ്രീസ് ചെയ്യാൻ രണ്ടാമത്തെ ക്ലിപ്പ് ടാപ്പ് ചെയ്യുക. ഓവർലേ ചെയ്ത് ഇതുപോലെ ക്രമീകരിക്കുക. അധിക ഭാഗം പിളർന്ന് അത് ഇല്ലാതാക്കുക. തുടർന്ന് BG നീക്കം ചെയ്ത് ഓട്ടോ റിമൂവ് പ്രയോഗിക്കുക. തുടർന്ന് തുടക്കത്തിലും അവസാനത്തേതിന് അല്പം മുമ്പും ഒരു കീ ഫ്രെയിം ചേർക്കുക. ഫ്രെയിം ഗ്രാഫിലേക്ക് വന്ന് ക്യൂബിക് ഔട്ട് ഗ്രാഫ് പ്രയോഗിക്കുക. തുടർന്ന് മധ്യത്തിലും അവസാന കീ ഫ്രെയിമിലും ഗ്രാഫിൽ ക്യൂബിക് പ്രയോഗിക്കുക. തുടർന്ന് ഇഫക്റ്റിലേക്ക് പോയി വീഡിയോ ഇഫക്റ്റിലേക്ക് പോയി ബ്ലർ ഇഫക്റ്റ് പ്രയോഗിച്ച് തുടക്കത്തിലേക്ക് വരിക. വീണ്ടും വീഡിയോ ഇഫക്റ്റിലേക്ക് പോയി വികലമായ സ്ട്രിപ്പ് ഇഫക്റ്റ് പ്രയോഗിച്ച് വീഡിയോയുടെ അവസാനം വരെ അതിന്റെ ദൈർഘ്യമുണ്ടാക്കുക. വീണ്ടും വീഡിയോ ഇഫക്റ്റിലേക്ക് പോയി ഗ്ലാസ് ഗ്ലിച്ച് ഇഫക്റ്റ് പ്രയോഗിച്ച് വീഡിയോയുടെ അവസാനം വരെ നീളം കൂട്ടുക. തുടർന്ന് രണ്ടാമത്തെ ക്ലിപ്പിൽ ടാപ്പ് ചെയ്ത് തുടക്കത്തിൽ ഒരു കീ ഫ്രെയിമും അവസാനത്തിൽ ഒരു കീ ഫ്രെയിമും ചേർത്ത് സൂം ചെയ്യുക. രണ്ട് ഗ്രാഫുകളിലേക്ക് പോയി ഗ്രാഫിലേക്ക് ഫ്ലോ പ്രയോഗിക്കുക. എല്ലാ ക്ലിപ്പുകളിലും ഒരേ പ്രോസസ്സ് ചെയ്ത ശേഷം നിങ്ങളുടെ വീഡിയോ തയ്യാറാണ്. നിങ്ങൾ ഈ ട്രെൻഡിംഗ് എഡിറ്റ് പരീക്ഷിച്ചിട്ടുണ്ടോ? ക്യാപ്കട്ടിൽ വീഡിയോ ക്ലിപ്പും സംഗീതവും ചേർക്കുക. ബീറ്റിലേക്ക് പോയി ഓട്ടോ ജനറേറ്റ് ചെയ്യുക. തുടർന്ന് രണ്ടാമത്തെ ക്ലിപ്പിൽ ടാപ്പ് ചെയ്യുക. തുടർന്ന് സ്റ്റാർട്ടിലേക്ക് ഒരു കീ ഫ്രെയിമും അവസാനത്തിലേക്ക് ഒരു കീ ഫ്രെയിമും ചേർത്ത് സൂം ചെയ്യുക. തുടർന്ന് ഗ്രാഫിലേക്ക് പോയി ഈ ഗ്രാഫ് ചേർക്കുക. ചേർത്ത എല്ലാ ക്ലിപ്പുകൾക്കും ഇത് ചെയ്യുക. ഇഫക്റ്റുകൾ വീഡിയോ ഇഫക്റ്റിലേക്ക് പോയി ഡോട്ട് സിൽക്ക് സ്ക്രീൻ ഇഫക്റ്റ് പ്രയോഗിക്കുക. തുടർന്ന് അതിന്റെ നീളം ആദ്യത്തെ ബീറ്റിലേക്ക് വർദ്ധിപ്പിക്കുക. തുടർന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ടെക്സ്ചർ 40 IM കളർ 40 IM സൈസ് 20 IM സെറ്റ് ചെയ്യുക. വീണ്ടും വീഡിയോ ഇഫക്റ്റിലേക്ക് പോയി ഷേക്ക് ഇഫക്റ്റ് തിരഞ്ഞെടുത്ത് അതിന്റെ നീളം ഇതുപോലെ ക്രമീകരിക്കുക. തുടർന്ന് ഒബ്ജക്റ്റ് എല്ലാം പോകുക. തുടർന്ന് മധ്യഭാഗത്ത് ഒരു കീ ഫ്രെയിം ചേർത്ത് വേഗത 20ഉം തീവ്രത 20ഉം ആക്കുക. ആദ്യം ഒരു കീ ഫ്രെയിം ചേർത്ത് വേഗതയും തീവ്രതയും 0 ആക്കുക. അവസാനം ഒരു കീ ഫ്രെയിം ചേർത്ത് വേഗതയും തീവ്രതയും 0 ആക്കുക. തുടർന്ന് രണ്ടാമത്തെ ക്ലിപ്പിന്റെ തുടക്കത്തിലേക്ക് വരിക. ഓവർലേ പേജിലേക്ക് പോയി അത് ചേർക്കുക. അതിന്റെ പകുതി ദൈർഘ്യം കുറയ്ക്കുക. സ്ലൈഡ് സ്പ്ലൈസ് ചെയ്ത് പ്രയോഗിക്കുക. തുടർന്ന് തുടക്കത്തിൽ ഒരു കീ ഫ്രെയിമും അവസാനം ഒരു കീ ഫ്രെയിമും ചേർക്കുക. സ്പ്ലൈസിലേക്ക് പോയി സ്ലൈഡിന്റെ ആധാര്യ 0 ആക്കുക. ആഡ് ഓവർലേയിൽ ടാപ്പ് ചെയ്ത് വീണ്ടും റിപ്പിൾ ഓവർലേ ചേർക്കുക. അത് പൂർണ്ണമാക്കി സ്പ്ലൈസിലേക്ക് പോയി ഫിൽട്ടർ പ്രയോഗിക്കുക. തുടർന്ന് ട്രാൻസിഷൻ ബോക്സിൽ ടാപ്പ് ചെയ്യുക. ഈ ഫിൽട്ടർ ചേർക്കുക. നിങ്ങൾ ഇത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്യാനാകും. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത എഡിറ്റിംഗ് നുറുങ്ങുകൾ വീഡിയോയിൽ കാണാം.